എന്റെ അമ്മേ. എന്തോന്നാടാ ഇക്കുറു അത്? ഒരു പൊതിയാ മാമേ. ഇതാരാ വിഷക്കോല് ഇവിടെ കൊണ്ടുവച്ചേ? അറിയത്തില്ല ചേർത്തി, എന്നതാ ഇത്? മിണ്ടാതിരിക്കട്ടാ. എന്നാലും ഇതിനും മാത്രം ധൈര്യമുള്ളവന്മാരുണ്ടോ നമ്മുടെ നാട്ടില്? ഞാൻ കാലത്ത് ലോനപ്പേട്ടന്റെ അവിടെ പാല് കൊടുക്കാൻ പോകുമ്പം ആ ബേക്കറി മൊത്തം ഇവിടെ കിടന്ന് പരുങ്ങുന്നുണ്ടായിരുന്നു. ഇനി അങ്ങേരായിരിക്കുവോ? അവനല്ല. അമ്മച്ചിയെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതെന്താണ് ഒരു സ്വർണ്ണ പൊതി? ഓർക്കോ, ഓർക്കറച്ചി ആണെങ്കിൽ കൂർക്കിട്ട് വെച്ചാ മതി. ചേട്ടത്തിയേ, എന്നാന്നും മനസ്സിലായില്ലേ? എന്നാലും ബേക്കറി മത്തായി ഇത് എപ്പോയിട്ട് കെട്ടിപ്പൊതിഞ്ഞവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് മത്തായി ചേട്ടത്തിയോട് ചോദിക്കുവാ പോർക്കിറച്ചിയാണോന്ന്. കൂർക്കയിട്ട് വെച്ച് തിന്നോളാൻ. അവനെ ഞാൻ തീറ്റിക്കാം. ഇവിടെ വിഷക്കോലെ 2 തേക്കുണ്ടല്ലോ ഇങ്ങോട്ട് പറിച്ചേടാ. കുറച്ച് മീനാ താണ്ടം വെച്ച് വരാല്. കൊടംപുടിയിട്ട് വെച്ചാ മതി, കലക്കും. കാലിന്ന് പിടിച്ചതായിരിക്കും അല്ലേടാ? അല്ല, കാക്കൂസൊന്ന് ചൂണ്ടയിട്ട് പിടിച്ചതാ. എടി ത്രേസിയേ, അടപ്പിന് ചാര ഇരിപ്പുണ്ടോടി? വരാലാകുമ്പോൾ ചാര വിട്ട് പിടിച്ചില്ലേ തോല് ശരിക്കും ഉരിഞ്ഞു പോരത്തില്ല. എവിടുന്നാ അമ്മച്ചി വരാല്? അങ്ങനെ ചാച്ചപ്പം കൊണ്ടുവന്നതാ. നീ കുറച്ച് കുളമ്പേരി വെള്ളത്തിലിട്ടു. നമ്മുടെ കുടുംബത്തിന്റെ മാനം കാക്കടാ. എന്താ പറ്റിയത്? സാറേ, ഈ തെണ്ടി എന്റെ വീട്ടിൽ തീറ്റ കൊണ്ടുവന്നിട്ടു. ഇമാതിരി തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്നേക്കരുത് കേട്ടടാ. ഇതും ഇന്നാട്ടിലെ കഥയാണ്. എന്നാൽ ഈ നാടിന്റെ കഥ ഇതല്ല. മുകളിൽ കർത്താവ്, നേർച്ചപ്പെട്ടിയിൽ ഗാന്ധി, നടുവിലൊരു കപ്പ്യാരും.
കപ്പിയാറേ മുണ്ട് ഉടുമുണ്ട്. സോളമ ഇങ്ങ് വന്നേ, നാളെ നീ വായിക്കാൻ പോലെ. ഇച്ചായ പള്ളിയിലോട്ട് ഇറങ്ങാൻ നേരം ഞാൻ വിളിച്ചെഴുന്നേപ്പിച്ച് പോന്നല്ലേ? ഇച്ചായനെ കിടപ്പ് അങ്ങനെ തന്നെ കിടന്നല്ലേ? നിങ്ങൾ പോയതിനു ശേഷമേ എനിക്ക് ചെറിയ പനി പോലെ തോന്നി, അതാ ഞാൻ കിടന്നത്. ഇവിടെ നോക്കട്ടെ. പിന്നെ പശുചാണം കിടന്ന പോലെയല്ലേ ഒരാൾക്ക് പനി വരുന്നേ? ഇതേ പുളിവാറലിന് ചന്തിക്ക് നല്ല അടി കിട്ടാത്തതിന്റെ പനിയാ. അല്ലേലും മേലാണെങ്കി പണിയെടുക്കണ ദിവസം ഇച്ചായനൊരു പനി ഉറപ്പാ. അപ്പച്ചനും മാലാമാരും കൂടെ വന്ന് ചുക്കാപ്പ് ഇട്ടാന്ന് വെച്ചാ എന്നെ വിട്ടത്. അയ്യോ, വീട്ടില് കാപ്പിപ്പൊടിയും പഞ്ചാരം തീർന്നിരിക്കാണല്ലോ. അതെങ്ങനെയാ പിന്നെ അപ്പച്ചൻ കാപ്പി ഉണ്ടാക്കുന്നേ? നീ ഒന്ന് ചുമ്മാതിരിക്കളാരെ. പഞ്ചാരയും കാപ്പിപ്പൊടിയൊക്കെ മാലാകമാര് കൊണ്ടുവന്നായിരിക്കും. മോനെ, അപ്പച്ചൻ വേറെ വല്ലതും പറഞ്ഞോടാ? അമ്മച്ചി എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ, നാളെ ഞാൻ ബാൻഡി വായിക്കാൻ പോവാ. എടി, നീ കൂടെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോ, നാളെ ഞാൻ ബാൻഡി വായിക്കാൻ പോവല്ലേ. അമ്മച്ചി വരുന്നുണ്ടോ? നീ പൊടി. അടുക്കളയിലോട്ട് വെച്ചേരെ, നമ്മുടെ കമലാസൻ എഞ്ചിനീയർ കൊണ്ടുവന്നതാ. മക്കരേന്ന് ഡേവിസിന്റെ ബാൻഡാ തകർക്കുക. താറാവ് പാല് പിഴിയുവാണോ പെരട്ടുവാണോ? ദീനാമ്പേ ഒന്നും പറഞ്ഞില്ല. താറാവ് എഞ്ചിനീയർ സാറിന് എന്നതാ വേണ്ടേ? നീ അതും കൊണ്ട് വീട്ടിൽ പോ, ഇത് ഞാൻ പറഞ്ഞു കൊടുക്കാം. കമലാസൻ എഞ്ചിനീയറെ, ഇത് ഇപ്പോഴത്തേക്കുള്ളതല്ല, ഇന്ന് രാത്രിത്തേക്ക് പോ. വെള്ളത്തിലും കരയിലും കിട്ടുന്ന സകല ജീവജന്തുക്കളെ പൊരിച്ചും കറി വെച്ചും മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ളത് തൊഴുത്തിക്കുന്ന കറവ് പശു, അതിന്റെ അവിട് വെട്ടി ചക്കയിട്ട് ഒലത്തട്ടെ. പിന്നെ അല്ലാണ്ട് അച്ഛാ എന്നായി എന്റെ എഞ്ചിനീയർ സാറേ, അവനൊരു തമാശ പറഞ്ഞു തരുമോ? സാറിഞ്ഞ് വന്നാട്ടെ, അതൊക്കെ കയറിയാലേ. മാതാ, അവനില്ലേ ആ സോളമൻ, ഇവളുടെ പുറകെ നടക്കുന്ന അലവലാതി. അവൻ ഉടുപ്പും കളസും ഒക്കെ തപ്പിച്ചേച്ചേ തട്ടുമ്പോളിലോട്ട് ചെന്നെന്ന് അച്ഛൻ വിടുവോ? അപ്പൊ തന്നെ പുറത്തിറക്കി. അപ്പച്ച, സോളമനെ പറ്റി അനാവശ്യം പറയരുത്. മുളക് അലക്കി ഞാൻ മുഖത്തൊഴിക്കും. സോളമന്റെ ആരാടി? ഇച്ചായ, ഒരു കട്ട്ലറ്റ് ഇടട്ടെ? ചോദിച്ചത് കേട്ടില്ലേ? സോളമൻ നിന്റെ ആരാന്ന്? ഞാൻ കെട്ടാൻ പോകുന്ന എന്റെ ചെറുക്കൻ. എന്നതാ മാതച്ച കൊഞ്ചിച്ചോ, കൊഞ്ചിച്ചിങ്ങനെ കഴി കൊടുക്ക. കൊല്ലാൻ പോവാണോടാ? ദിനാമോ, ഇച്ചിരി പോത്രച്ചിങ്ങിട്ടെ. അയ്യോ അമ്മച്ചി, ഞാനൊരു തമാശ കാണിച്ചതല്ലേടാ പൂസേ. നിനക്ക് എന്നോട് പഴയ സ്നേഹം ഉണ്ടെന്ന് അമ്മച്ചി പരീക്ഷിച്ചതല്ലേടാ. എന്താണ് നോക്കിയിരിക്കുന്നത്? 2 ലക്ഷം താറാവും ഒരു വട്ടം കൊടുത്തോണ്ടോ ഓടി. എന്നാൽ ഇത് കുറച്ച് കടന്ന കയ്യായി പോയി. ചങ്ങനാശ്ശേരിക്കാരി വായിക്കാൻ പറ്റിയില്ലെങ്കിലേ കണക്കായി പോയി. എന്റെ ജനലിന്റെ താഴെ നിന്ന് ഊതാനല്ലാതെ 4 ആള് കൂടുമ്പോ വായിക്കാൻ നിനക്കെന്താ പറ്റാത്തേ? എല്ലാം അറിഞ്ഞതുകൊണ്ട് നീ തന്നെ ഇത് പറയണം. ലാർനെറ്റ് എടുത്ത ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോ എന്റെ അപ്പം മുങ്ങിത്താഴുന്ന കാഴ്ച. എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റും, കൈയും കാലും വിറയ്ക്കും. എസ്തപ്പാൻ ആശന്റെ മോനാന്ന് പറയാൻ നാണമില്ലല്ലോ. ഇതെല്ലാം കളഞ്ഞേച്ച് നീ വേറെ വല്ല പണിക്കും പോകുന്നതാ നല്ലത്. ഓ, മര്യാദയ്ക്ക് ഞാൻ അച്ഛൻ പോയതല്ലേ? തടഞ്ഞ നീയാണ്. അന്ന് തടഞ്ഞെങ്കിലേ അത് ഇഷ്ടമുള്ളോണ്ടായിരുന്നു. പക്ഷെ ഇനി ഇങ്ങനെ പിള്ള കളിച്ചാലേ ഒരു ദിവസം ഞാൻ ഇട്ടേച്ചങ്ങ് പോവും. കണ്ട നാട്ടുകാർ ജയിച്ചെന്റെ ആർപ്പുവിളിയാ.
നീ ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ട. വേഗം പോയി ഈ പീപ്പിയും കൊള്ളൊക്കെ തുടച്ച് തട്ടിന്റെ പുറത്ത് കയറ്റി വെക്ക്. വട്ടയപ്പോ കൊണ്ടുപോയി അമ്മച്ചിക്ക് കൊടുക്ക. എങ്ങനെ വായിച്ചോണ്ടിരുന്ന ബാൻഡാ ഇപ്പൊ അതാ കൊല്ലം കൊല്ലം തോക്കുക വഴിപാട് പോലെ. ഇന്നാ മോന്തിക്കോ, നിന്റെ അണ്ണാക്കിലോട്ട് ഒരു കുത്തു തരൂ. ഇനി 2 കിലോ പോർക്കറച്ച് മിണിങ്ങിട്ടിരിക്കോ. പണ്ടാറം തോറ്റ് തുന്നമ്പാടി വന്നിരിക്കുവോ. കുറെ കാലായി നിങ്ങളൊക്കെ ആയിട്ടൊന്ന് കൂടെന്ന് വിചാരിച്ചിട്ട്. ജീവിച്ചിരിക്കുന്നവരെക്കാളും ഭേദം മരിച്ചവരാ. സലാം. എന്നാ ഇത് എടുത്ത് കഴിച്ചോട്ടെ. അമ്മച്ചി തല കറങ്ങി കിടക്കുവാന്ന്. ഗുളിക മേടിച്ചു കൊടുത്തേക്കണം. പൈസ താണ്ടിട്ടോ പേണ്ട കടയിൽ നിന്ന് മേടിച്ചോ. ഞാൻ കുറുപ്പിരിവിന് പോവാ. നീ വെക്കോ, ഞാൻ മേടിച്ചു കൊടുത്തോളാം. ഓ, ഇനിയിപ്പോ ഈ ബോട്ട് അക്കരെ ചെന്ന് വരണമായിരിക്കും. എന്റെ പൊന്നിച്ചായ വീട്ടിലോട്ട് ചെല്ല്. അമ്മച്ചി അവിടെ വീട്ടിൽ ഒറ്റയ്ക്കാ. നീ ഇങ്ങനെ തുള്ളല്ല ക്ലാറെ, ഞാൻ ചെന്നോളാം. എന്താണ് ഈ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത്? ദേ അധികം കളിച്ചാലുണ്ടല്ലോ നിന്റെ കപ്പെങ്ങനെ ഈ കൊട വെച്ച് കുത്തി ഞാൻ കാലിലോട്ടിടും. എന്നാ കാണട്ടെടി. എന്റെ ക്ലാറെ നീ പോയേ, ദേ ബോട്ട് വരുന്നു. ഒരു മഞ്ഞയും കൂടി. ഇത് വെല്ലച്ചന് കൊടുത്തയക്കണം. കളോപ്പിളി ചാച്ചപ്പം തന്നതാണെന്ന് പറഞ്ഞാച്ചാ മതി. എന്നതാ കാര്യം? ഈ കള്ളുകൂടി മാറാൻ സൗകര്യം പോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ അച്ഛനോട് പറയണം. പെട്ടെന്ന് പ്രാർത്ഥിക്കണമെന്നില്ല, സൗകര്യം പോലെ പ്രാർത്ഥിച്ചാ മതി. ഓ, ഞാൻ കൊടുത്തേക്കാം. എന്നാൽ ഈ മീൻ പള്ളിക്കുശിനിയിലേക്കല്ല, കപ്പ്യാരുടെ വീട്ടിലെ അടുക്കളയിലേക്കും അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ തന്നെ ആമാശയത്തിലേക്കുമാണ് ഇനി യാത്ര ചെയ്യുക. ആമേൻ. മോനെ ഒന്ന് പിടിച്ചേ. റോക്കറ്റിൽ ഒഴിക്കുന്ന തന്നെയാണോ പുള്ളി വണ്ടിയിൽ ഒഴിച്ചേക്കുന്നത്? ഇനി ബെന്നിക്കുഞ്ഞ് കുമരങ്കിരി കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി നല്ല തങ്കക്കുടം പോലൊരു പെണ്ണിനെയൊക്കെ കെട്ടി ഇവിടെ തന്നെ അങ്ങ് കൂടണം. ഒക്കെ ഞാൻ ശരിയാക്കി തരാല്ലേ. അപ്പൊ എങ്ങനെയാ? നല്ല പെങ്കൊച്ചുകൾ എമ്പടിയുണ്ട് കുമരങ്കരിയിലെ. ഒന്നിനെ അങ്ങ് ആലോചിക്കട്ടെ. അല്ല കപ്പ്യാരെ, നമ്മുടെ സഭയിൽ ഇപ്പം അച്ഛന്മാർക്ക് പെണ്ണൊക്കെ കെട്ടാവോ? അതെന്നാ കുഞ്ഞ് അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാൻ ഈ പള്ളിയിലേക്ക് പുതുതായിട്ട് വന്ന കൊച്ചച്ഛനാണ്, ഫാദർ വിൻസെന്റ് വട്ടോളി. മീൻ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചോ, ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാനിവിടെ പുതുതായിട്ട് വന്ന കൊച്ചച്ഛനാ, വിൻസെന്റ് വട്ടോളി. അയ്യോ, ഉള്ളതാച്ചോ, പുതുതായിട്ട് ചാർജ് എടുക്കാൻ വന്നതാ. ഞാൻ ഫാദർ ഇരുന്നിടംകുഴി, ജോസഫ് ഇരുന്നിടംകുഴി, ആറ്റുവാശ്ശേരിയുടെ വകുപ്പള്ളി വികാരി എന്റെ കുഞ്ഞമ്മയുടെ മോനാ. ഫാദർ കിടന്നിടംകുളം. അതേന്ന് അല്ലെന്ന് വരുന്ന അറിയിപ്പൊന്നും കിട്ടിയില്ലായിരുന്നല്ലോ. പെട്ടെന്ന് പോരേണ്ടി വന്നു. ഓ, അച്ഛനീ ലോഹ എവിടുന്നാ തയ്പ്പിച്ചത്? ഇത് തയ്പ്പിച്ചതല്ല, റെഡിമെയ്ഡാ. പാൻസും ഷർട്ടും. എന്തോ ഫാൻസും ഷർട്ടും? ആ, ലോഹയുടെ നേരം കിട്ടിയില്ലായിരിക്കും. അല്ലച്ചോ, തിരുകർമ്മങ്ങൾ ചെയ്യുമ്പോ മാത്രം ലോഹ ഇട്ടാ പോരെ. എനിക്കിതൊക്കെ ഇട്ടങ്ങ് ശീലമായി പോയി. അല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയെന്ന്. എന്ത് കംഫർട്ടബിൾ? ആ, മാത്രമല്ല എപ്പോഴും ലോഹ ഇടണമെന്ന് നമ്മുടെ സഭ പറഞ്ഞിട്ടുണ്ടോ അച്ചോ? യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ, 2 മുട്ടയും പഴം കഴിച്ചോ? നോ താങ്ക്സ്. ആ, വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. ഒരു വൈദികൻ യേശുവിന്റെ പ്രതിപുരുഷനാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. യേശുവിന്റെ പ്രതിപുരുഷൻ പാൻസ് ഷർട്ടും ധരിക്കുന്നത് കുറച്ച് കടന്ന കയ്യല്ലേ വട്ടോളി? ഞാൻ വികാരിയായിട്ടിരിക്കുന്ന ഇടവകയിൽ പുറത്ത് ശീലങ്ങളൊന്നും വേണ്ട. അല്ലാതെ തന്നെ ഈ ഇടവകയിൽ ആവശ്യത്തിലേറെ വിപ്ലവകാരികളുണ്ട്. ഇനി വിപ്ലവകാരിയായ ഒരു അച്ഛനെ കൂടി താങ്ങാൻ ഈ ഇടവകയ്ക്കാവില്ല. അതുകൊണ്ട് ഈ പള്ളിയിൽ കൊച്ചച്ഛനായിട്ടിരിക്കണമെങ്കിൽ ഈ കുപ്പായൊക്കെ മാറ്റി പള്ളി അച്ഛന്മാർക്കുള്ള ലോഹ എടുത്തിട്. ശരി അച്ചോ.
അല്ലച്ചോ ഈ ലോഹയില് 2 പോക്കറ്റ് കൂടുതൽ വെക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ? വേണ്ട അല്ലേ? ഓക്കെ. നാളെ കാലത്ത് വട്ടോളിയുടെ ആദ്യത്തെ കുർബാനയല്ലേ, ഞാനൊന്ന് കാണട്ടെ മിടുക്ക്. ഐ എം സോറി. ഇല്ലില്ല, വെച്ചോ വെച്ചോ. പള്ളിവക ബാൻഡ് ഇത്തവണയും തോറ്റു അല്ലേ? തോറ്റോ? അതെന്നാ പറ്റി? ഓ, അതൊക്കെ വലിയ കഥ. ഇപ്രാവശ്യം കപ്പടിച്ചത് അപ്പുറത്തെ ഇടവക്കാര് തന്നെ ഇല്ലയോ? കരുതിക്കുട്ടി ഇറങ്ങിയിരിക്കല്ലോ. കാശിന്റെ തണ്ടാച്ചു. തൊമ്മേനി ഡേവിസും ഭാര്യ മറിയാമേ രണ്ടിന്റെ അടുത്തും പൂത്ത കാശ. ഡേവിസ് വായിക്കത്തില്ലേ? എവിടെന്ന്? അവരുടെ അപ്പം വായിക്കുമായിരുന്നു, കൊച്ചിലോനപ്പം മൂപ്പര്. ഇവര് കണ്ടവരെ കൊണ്ട് വായിപ്പിച്ചേച്ച് കപ്പം മേടിച്ച് കൊച്ചമ്മയും മുതലാളിയും കൊണ്ട് ഞെളിഞ്ഞങ്ങോട്ട് നിൽക്കും. ആ പെണ്ണുമ്പുളയ്ക്കാണ് ഒരു കിണ അറിയത്തില്ല. ചട്ടയും മുണ്ടു കൊടുത്ത് ഒരു കറുത്ത കണ്ണാടി മുച്ചങ്ങ് ഇറങ്ങിക്കോളും. ആണോ? സോളമ, ആ ഫോണൊന്നും എടുത്തേ. അയ്യോ അച്ചോ, എനിക്കിത് പേടിയാ. ഈ നാട്ടിൽ ഇത് 2 ഉള്ളൂ. ഒന്ന് കോൺട്രാക്ടറുടെ വീട്ടിലും പിന്നെ പള്ളിയിലും. ഉടപ്പിറന്നവനടുത്തും പട്ടവും കിട്ടി ഇവിടെ അടുത്തുള്ള പള്ളി വന്ന് കയറി വെച്ച് നിനക്ക് ഇവിടെ വരെ വരാമല്ലായിരുന്നോടി? അച്ഛന്റെ കായംകുളത്തുള്ള അമ്മായില്ലയോ? ഓ, പുള്ളിക്കാരത്തി ഒന്ന് കുളിമുറി തെന്നി പടച്ചു വീണു. ഞങ്ങൾ അവിടെ വരെ ഒന്ന് പോയേച്ചു വന്നേ ഉള്ളൂ. ആ ചക്കരക്കല്ലാതല്ലോ. എന്നാ ഉണ്ടാളിയ വിശേഷങ്ങള്? വീട്ടിലേക്ക് പോയില്ലായിരുന്നു? ആ, എനിക്ക് നേരത്തെ ഇവിടം വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എന്നതാണേലും അക്കരെ ഒന്ന് ഉപയോഗിച്ചാൽ മതിയല്ലോ. ഇക്കരെ അറിയില്ല പെങ്ങളോ ഒന്ന് പറഞ്ഞെത്തത്തില്ലയോ? നീ ഒറ്റപ്പിളാക്കനച്ഛനെ കണ്ടാലോ കുഞ്ഞിന്? ഉവ്വേ, കണ്ടു കുമ്പിട്ടൊരു കഥനായം പൊട്ടിച്ചാ ഇങ്ങോട്ട് വന്നേക്കുന്നത്. എടി പെണ്ണുപിള്ളേ, നിന്റെ കുഞ്ഞിന് ഒറ്റപ്പിളാക്കലായിട്ട് കഥനാ പൊട്ടിച്ചെന്ന്. ചെറുക്ക വന്നിറങ്ങിയപ്പോഴേക്കും തുടങ്ങിയോടാ. നീ അവിടെ വല്ല കൊള്ളരുതാഴികയും കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞ ഒരു വള്ളം പിടിച്ച് ഞാനങ്ങ് വരുവേ. പെങ്ങളായിരിക്കുമല്ലോ അച്ഛൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരൊറ്റ പെങ്ങളാ. പേര് മറിയാമ്മ. സോളമൻ അറിയാം. അങ്ങക്കരയിലെ തൊമ്മേനി ഡേവിസിനാ പുള്ളിക്കാരത്തെ കെട്ടിച്ചു കൊടുത്തേക്കുന്നത്. ഞാൻ പോട്ടെ അച്ചോ, മണിയടിക്കാൻ. സോളമൻ നിക്ക്. എന്റെ പെങ്ങളെ അളിയനെ കുറ്റം പറഞ്ഞേച്ച് വെറുതെ അങ്ങ് പോവാണോ? അയ്യോച്ചോ, എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങ് ചങ്ങനാശ്ശേരി കിടക്കുന്ന വിൻസെന്റ് വട്ടോളി അച്ഛനായിട്ടിരിക്കാൻ ആദ്യമായി കുമരങ്കിരി ഇടവക തന്നെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് സോളമൻ അറിയാവോ? അറിയില്ലച്ചോ. നാളത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പള്ളിവക ബാൻഡ് ഉണ്ടാവോ അതോ സോളമൻ എന്ത് തോന്നുന്നു? അതും എനിക്കറിയില്ലച്ചോ. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതെല്ലാരും കൂടി ഒത്തുചേർന്നോണ്ടാ. ഒരു കാൽസറായും കൂളിംഗ് ഗ്ലാസ്. ഇയാളൊരു അച്ഛനാണോ? പുണ്യാളം പറഞ്ഞു വിട്ടതാ വട്ടോളി അച്ഛനെ. ഒരെണ്ണോടുണ്ട്. സിനിമയിലെ സീൻ പോലെ ഉണ്ട് ഇല്ലടാ പട്ടി. ഇനി വീട്ടിൽ പോയി കുളിക്കണ്ടടാ കപ്പിയാരെ. ഞാൻ ഈ വീട് വിൽക്കാത്തതേ നീയും മക്കളും വഴി കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. എല്ലാത്തിനും കൂടി ചേർത്ത് ഒരു കണക്കുണ്ടാക്കി വെക്കുന്നുണ്ട് ഞാൻ. എന്നാ ചേച്ചൻ ആദ്യം ആ കണക്കുണ്ടാക്കി വെച്ചും വാ, ഞങ്ങൾ കൂടി ഒന്ന് ബോധ്യം വരണ്ടേ? അറിയാലോ, എസ്തപ്പ വാങ്ങിച്ചതിന്റെ പലിശയും കൂട്ടുപലിശയും നോക്കിയാ ഈ വീട് വിറ്റാലും കാശ് ഇങ്ങോട്ട് തരാനായിരിക്കും. സഹായിക്കാൻ ചെന്നതാ. വേഗം നടക്കടി. ഉണ്ട് പകുതിക്ക് വെച്ച് പോന്നതാ. കപ്പ്യാരുണ്ട് പകുതിക്ക് വെച്ചത് അദ്ദേഹം ഓമനിച്ച് വളർത്തുന്ന പട്ടി ചക്കി
ഇപ്പോൾ ഉണ്ട് മുഴുവനാക്കി കാണും. ചക്കിക്കുള്ള പണി പുറകെ വരുന്നുണ്ട്. അന്ന് രാത്രി കപ്പ്യാരുടെ കൂടത്തിനുള്ള അടിയേറ്റ് ചക്കി 7.5 വയസ്സ് നിര്യാതയായി. ക്ലാരെ സോളമച്ചല്ലയോ? അകത്തുണ്ട്. എന്താ? പള്ളിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. കൊച്ചച്ഛനെ ഒരു വെഞ്ചിരിപ്പുണ്ടായിരുന്നു. ശരിയാന്നോടാ? ആ ചായ ഞാനിപ്പോ പള്ളിയിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. നീ വിട്ടോ, ഞാൻ എത്തിക്കോളാം. ഇച്ചിരി വെള്ളം കിട്ടൂലാരെ? ഇല്ലാന്ന്. ദാഹിച്ചിട്ടല്ലേടി? മുട്ടയിടുന്ന കോഴിയല്ലയോ? അയ്യോ അല്ല, ഓറഞ്ച് ആയിടുന്ന്. 1 കിലോ എടുക്കട്ടെ. സെബിച്ചന പാത്രം ഇങ്ങ് വന്നേ, എനിക്ക് വേറെ പണിയുള്ളതാ. ആ പിന്നെ ഒന്ന് നിന്നേ. പട്ടികയുടെ ഇടയിൽ വെച്ച കടലാസ് ഞാൻ കണ്ടു. കഷ്ടപ്പെട്ടല്ലേ? ഇങ്ങനെയൊക്കെ വെള്ളം കുടിച്ചാലേ മൂത്രമൊഴിക്കാനേ നേരം കാണത്തുള്ളൂ. നീ ഇതുവരെ പോയില്ലായിരുന്നു? വള്ളത്തിലേക്ക് കയറിക്കോ, ഞാൻ വിട്ടു. ജാൻസി പ്രസവത്തിന് വന്നായിരുന്നോടാ? ഞാൻ പറഞ്ഞു, ഞാൻ വന്ന അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. സോളവും മിണ്ടാരി ആളും തരവും നോക്കിയാണ് ഇങ്ങനെയുള്ള തിരുകർമ്മങ്ങൾക്ക് പോകുന്നത്. ഫിലിപ്പോസേ, എന്നതാ ചാക്കര്? അതെ, കോഴിക്കാട്ട വാച്ചോ, വാഴക്കിടാൻ കാലേ പറ്റാ നോക്കിക്കോളേ. നല്ല സ്മെല്ലുണ്ട്. ഇതെന്നതാച്ചോ, കോഴിയോട് സ്പ്രേ കുടിച്ച് വെച്ച് തൂറാൻ പറയാൻ പറ്റുമോ? വീട്ടിലെ 5-8 മക്കളുള്ളോണ്ട് ഒന്നിനെ അച്ഛനാക്കാതെ നേർന്നായിരിക്കും അല്ലയോ? അല്ലെങ്കിൽ എന്റെ വീട് ഞാൻ ഒറ്റ പ്ലാക്കനെ കൊണ്ടേ വെഞ്ചരിപ്പിച്ചിട്ടുള്ളൂ. ഇത് പിന്നെ വല്യച്ഛനൊരു തക്കക്കേട് ഉള്ളോണ്ടാ. പോട്ടെ, ഉണ്ണിയാളാൻ പുറത്തോളും. ഹായ്. ഹായ്, ഹൗ ആർ യു മിസ്റ്റർ? ഫാദർ വിൻസൻ, എങ്ങോട്ടാ? ഇവിടെ അടുത്തൊരു ബ്ലെസ്സിംഗ് ഉണ്ട്. വൈകിട്ട് ബാൻഡ് പ്രാക്ടീസിന് വരുന്നില്ലേ? See you there. See you. Bye. അച്ഛൻ മദാമയായിട്ടും നല്ല അടുപ്പത്തിലാണല്ലേ. പാവം, നല്ല ഭക്തിയുള്ള മദാമ്മ. വീട് വെഞ്ചരിച്ചാ ശരിയാവോ? എന്നാ പിന്നെ ഈ വേദപുസ്തകവും അന്നാമ്പള്ളവും തന്നുവിടാം. ഫിലിപ്പോസ് കൊണ്ടുപോയി വീട് വെഞ്ചരിച്ചിട്ട് സൗകര്യം പോലെ പള്ളിയിലോട്ട് കൊടുത്തു വിട്ടാ മതി. അയ്യോ, ചുമ്മാരുന്നോണ്ട് അച്ഛൻ മർമ്മത്തി കുത്തുവാണല്ലോ. പട്ടി ഇടിച്ചിന്റെ മർമ്മം ഞാൻ കലക്കും. കാര്യമാക്കണ്ട, ഉറക്കപ്പിച്ച കള്ളുടിച്ചതല്ല. ഈ കുടുംബത്തെ സർവ്വ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും കർത്താവ് ഈശോ മിശിഹാ സംരക്ഷിക്കട്ടെ. ആമേൻ. വെഞ്ചരിപ്പ് കഴിഞ്ഞു. വീട്ടിലാരെങ്കിലും ബൈബിളൊന്ന് വായിക്കണം. മോളെ, സോളമന്റെ ഉത്തമഗീതം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു. നിന്റെ തൈലം സൗരഭ്യമായതാണ്. നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോക. പട്ടിടാ, വീട്ടിലെ കൊച്ചിനെ പുറകെ നടന്ന കത്തിച്ചുകളയൂടാ. നീ കുമരകരി വിട്ടു വയ്ക്കോ, വയ്ക്കോ.
സാരമില്ല അച്ഛൻ. അച്ഛനറിയോ, സത്യത്തിൽ ഞാൻ സെമിനാരിൽ ചേരാൻ ഇറങ്ങിയതാ. എന്നിട്ട് ശോഷനെ വീട്ടുകാര് പറഞ്ഞോണ്ടേ നീ കെട്ടും കിടക്കെ എടുത്ത് ഇറങ്ങിയോ സെമിനാരി ചേരാൻ? ശോസന, നീ എന്നതായി പറയുന്നേ? ചെറുക്കിന് ദൈവവിളി കിട്ടി, അപ്പോ പിന്നെ സെമിനാറിൽ ചേരാതെ എന്തോ ചെയ്യാനാ? നീ ഒന്നിങ്ങ് മാറിക്കേ. ആ വിളിച്ച ദൈവത്തിന്റെ നമ്പർ ഇങ്ങന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, വിളിച്ചോന്ന്? ഞാനപ്പോ വിളിച്ചു, ഞാനാരെ വിളിച്ചിട്ടില്ല. നീ എന്നാ വർത്താനായി പറയുന്നേ? ദൈവം ഫോണുമായിട്ടാണോ നടക്കുന്നത്? നീ ഒന്ന് മാറിക്കേ, ബോട്ട് പോവും. പള്ളിക്കൂടത്തെ വെച്ച് പുഷ്പിച്ചതൊക്കെ മറന്നോടാ നീ? എന്നാടാ അത് പുഷ്പിച്ചത് എന്ന് വെച്ചാ? പുഷ്പിച്ചതെന്ന് പറഞ്ഞ ഒരു വാക്കാ. എനിക്ക് എഴുത്ത് തന്ന ഫ്രാൻസിസിനും ആന്റോനും രഘുവിനും ഒക്കെ ഞാൻ എന്താടാ കൊടുത്തത്? എന്താടാ കൊടുത്തത്? അടി. നിനക്കെന്താടാ തന്നത്? നിനക്കെന്താടാ തന്നത്? ഉമ്മ. അച്ചാച്ചൻ ഉമ്മ എന്ന് കേട്ടിട്ടില്ല? സെമിത്തേരി പറമ്പിലെ കുറ്റിക്കാട്ടി വെച്ച് നീ എന്നെ എന്തൊക്കെയാടാ ചെയ്തത്? സെമിത്തേരി പറമ്പിലെ കുറ്റിക്കാട്ടി വെച്ച് നീ എന്നടാ ചെയ്ത്? കുറ്റിക്കാട്ടി വെച്ച് എന്താ ചെയ്യുന്നെന്ന് അച്ചാച്ചൻ അറിഞ്ഞൂടെ? എന്റെ പൊന്നു ശോച്ചനെ, ഞാൻ എന്റെ അപ്പന്റെ സ്ഥാനത്ത് എന്ന് പറയാ. ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു ചെന്ന് ഇലയെ വീണാലും കപ്പയാര് വന്ന് തോട്ടെ വീഴുന്ന ഉറപ്പായി. അയ്യോ, നിക്കടാ അവിടെ. എനിക്ക് നിന്റെ തീരുമാനം ഇപ്പൊ അറിയണം. സെമിനാരി ചേർന്ന് പട്ടം വാങ്ങി പള്ളിയിൽ അച്ഛനാവണോ അതോ എന്നെ കെട്ടി എന്റെ പിള്ളേരുടെ അച്ഛനാവണോ? നിന്റെ പിള്ളേർ അച്ഛനായ മതി. എന്താ? നിന്റെ പിള്ളേർ അച്ഛനായ മതി. എന്താ അച്ചു വിളിപ്പിച്ചേ? അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഇങ്ങി പോന്നതാ. 1500ഓളം പേരൊപ്പിട്ടൊരു നിവേദനം ചെന്നിരിക്കുക അരമനയിലോട്ട്. കഴിഞ്ഞ 15 കൊല്ലമായി കുമരങ്കരി ഇടവക വികാരിയായിട്ടിരിക്കുന്ന ഒറ്റപ്ലാക്കൻ അച്ഛനെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോ പിതാവ് അച്ഛനെ വിളിച്ച് പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞാൽ ഇടവക മാറാൻ പറഞ്ഞിരിക്കുക. ഈ കുമരങ്കരിയിൽ നീ അറിയാതെ ഒരു ഇല പോലും അനങ്ങത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. ആരടാ പാപ്പി ഇങ്ങനെ ഒരു നിവേദനം എഴുതി ഇത്രയും പേരെ കൊണ്ട് ഒപ്പിടിച്ച് അരമനയിലോട്ട് അയച്ചത്? ഈ പണി എത്തേണ്ടടത്ത് തന്നെ സുരക്ഷിതമായിട്ടങ്ങെത്തണേ എന്റെ പുണ്യാളാ. അതിപ്പോ കപ്പ്യാരെ എന്നതാടാ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉള്ളതാണേലും കൂട്ടത്തിലുള്ളവരെ കുറിച്ച് എങ്ങനെ കപ്പ്യാരെ പറയുന്നേ? നിവേദനം എഴുതി ഉണ്ടാക്കിയതിനും നാട്ടുകാരെ കൊണ്ട് ഒപ്പിടിച്ചതിനും ഒക്കെ ഞാനും സാക്ഷി. അത് ചെയ്തത് കാലാകാലമായിട്ട് പള്ളി ചെലവിന് കൊടുത്തു പോറ്റുന്ന ഗീവർഗീസ് ബാൻഡ് സംഘം അല്ലേടാ? മിശിഹായാണ്, പുണ്യാളനാണ്, എനിക്കിതിലൊരു പങ്കുമില്ലച്ചു. ലൂയി പാപ്പനോടും ചാലി പാപ്പനോടും വേണ്ട വേണ്ടെന്ന് 1000 തവണ ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം. ഓരോരോ പട്ടിത്തീട്ടങ്ങളെ. ഫിലിപ്പോസ് കണ്ട്രാക്ക് ആള് മിടുക്കൻ. ഈ കരയിൽ ഒറ്റ കുഞ്ഞറിയാതെയാ അക്കരെ പള്ളി കൊണ്ടുപോയി ആ പെണ്ണിന്റെ ഉറപ്പിക്കൽ അങ്ങ് നടത്തിയത്. അവളാണെങ്കി അമേരിക്കയിൽ നിന്ന് വന്ന നാറിയെ കണ്ടപ്പോ റോട്ടോന്നും പറഞ്ഞ് താ കിടക്കുന്നു. പന്നിയിറച്ചി പുണ്ടോടാ അകത്ത്. അകത്ത് വട്ടയെ കാണും. പെണ്ണെന്ന സാധനത്തിന് കുടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് നിനക്കറിയാൻ പാടില്ലേ സോളമ്മ? അതെ, അമ്പ് പെരുന്നാളിന്റെ അന്ന് രാത്രിക്ക് രാത്രി എന്റെ കെട്ടുവനെ കൊണ്ട് തമിഴ്നാട്ടിലേക്ക് ഒളിച്ചോടി പോയത് ആരാണ്? എന്റെ ഉടപ്പറന്നോള് ആ തേവിളിസി.
എന്താണ് എന്താണ് മാല കുടിക്കുന്ന എന്ത് മാല കുടിക്കുന്നതാണ്. എടാ സോളമ്മ മാല കുടുങ്ങിയതാണ് എല്ലാരും കേട്ടോ. ഈ അമ്മച്ചേനെ നാണം കെടുത്തും. ഓ, പിന്നെ നാണല്ലോ ഒരു മകനും പിന്നെ നിങ്ങളല്ലേ മോൻ. പട്ടിച്ചങ്ങല പോലെ ഒരു മാലയും കഴുത്തിലിട്ടാ പൊന്നപ്പോ ബോട്ട് അടിപ്പിക്കണ്ട, നേരെ പോട്ടെ. എനിക്ക് അച്ഛനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അച്ചോ, ഇത് തന്നെയാണ് അച്ചോ സ്ഥിരം പണി, ഈ കിടത്തിക്കൊണ്ടുപോക്ക്. നോക്കണ്ട അച്ചോ, ഇതെന്റെ ചങ്ങാതിമാരാ. ഇത് മിസ്റ്റർ എറണാകുളം, ഇത് റണ്ണറപ്പ്. അച്ചോ, ഇന്നൊരു ദിവസത്തേക്ക് ഈ കൊച്ചിനെ ഞാൻ കിടത്തിക്കൊണ്ട് പോയിക്കോട്ടെ. മോൻ വിളിച്ചായിരുന്നോ? വളി വിടുന്നൊരു മോനും വളിക്ക് വിളിയേക്കുന്നൊരു തള്ളയും. മോനെ, വളിവിട്ട കൊതത്തെ ശങ്കിക്ക വേണ്ട. മണലിട്ട് തുടച്ചാൽ അവലിട്ട് തിന്നാം. തീർന്നിട്ടില്ല. 3 ഗീവർഗീസ് ബാൻഡിനെ തറ പറ്റിക്കാനായി തൊമ്മേനി ഡേവിസ് കാശെറിഞ്ഞ് അങ്ങ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുത്തിയ ഷെവലിയർ പോത്തച്ചൻ. അപ്പൊ ഇതാണ് കുമരങ്കരി. അയ്യോ ആശാനെ, ജെട്ടി ഈ വശത്താ. കയ്യെ പിടിച്ചോ. ഇവിടെ എവിടെ? ഏതായാലും നനഞ്ഞു. ഞാൻ ആ ഷാപ്പിൽ കാണും. നിങ്ങൾ അങ്ങോട്ട് വന്നാ മതി. പുണ്യാളം നേരത്തെ വന്നു. ഇതിപ്പോ ആരാണാവോ? കുതിരയോ അതോ പാമ്പോ? അവന്റെ വിരലൊക്കെ അങ്ങ് ഒടിച്ചേരെ. അപ്പൊ പിന്നെ ഈ ഊത്ത് നടക്കത്തില്ലല്ലോ. മോക്ക് അറിയാമോ ഇവരൊക്കെ ആരാന്ന്? പാവത്തിന് അറിയത്തില്ല കേട്ടോ. നമ്മുടെ നോർത്ത് സ്റ്റേഷനിലെ SI കുത്തിയ കേസിലെ പ്രതികളാ വിക്രമനും മുത്തുവും. അപ്പച്ചൻ കൊണ്ടുവന്നതാ അവനിട്ട് 2 കൊടുപ്പിക്കാൻ. കൈയൊടിക്കണോ കാലൊടിക്കണോ എന്ന് സംശയിച്ച് കാലും കടിച്ചോണ്ടിരിക്കുക പാവങ്ങള്. കുറച്ച് കോഴിക്കറി ഒഴിക്കട്ടെ ചേട്ടാ? മോക്ക് ഭ്രാന്താണെന്ന് സാറ് പറഞ്ഞില്ല. പരിപാടി തുടങ്ങാറായി. തുടങ്ങട്ടേടാ. എങ്ങനെയുണ്ട് എന്റെ യൂണിഫോം? കലക്കിയിട്ടുണ്ട്. ഞാനേ ഒരു കാര്യം ചോദിക്കട്ടെ. എന്താടാ? ഈ യൂണിഫോം ഒക്കെ ഇട്ടപ്പോ ഞാൻ അമ്മച്ചിനെക്കാളും പൊക്കവും പത്രാസൊക്കെ കൂടിയില്ലേ? ഞാനിപ്പോ അമ്മച്ചിനെ എന്താ വിളിക്കുക? മുതലാളിയുടെ സന്തോഷത്തിന് വേണ്ടി ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. സോളമന്റെ ക്ലാർനെറ്റിന്ന് റീഡ് ഊരി ഞാൻ നിലത്തിട്ട് വരച്ചായിരുന്നു. അതാ അവന് വായിക്കാൻ പറ്റാഞ്ഞത്. റീഡ് ഇല്ലാതെ അങ്ങനെ വായിക്കും മുതലാളി. പള്ളിബാലിന്റെ വേടി ഇന്നത്തോടെ തീരും. മോനെ, ആണുങ്ങളായ വായിച്ചു ജയിക്കണം. ഒരുമാതിരി കോണത്തിലും മറ്റപടി കാണിക്കരുത്. പോടാ. നിന്നെ നീ ബാൻഡിന്റെ കൂടത്തിൽ കണ്ടുപോലെ വിട്ടോടാ. പോടാ. കുറ്റം പറയാൻ പറ്റൂല. റീഡ് വരയ്ക്കാൻ പറഞ്ഞത് കപ്പിയാരാണല്ലോ. അപ്പൊ പിന്നെ കുറ്റം പറയാൻ പറ്റൂല. എന്നതിനാടി കുതിരേനെയും പാമ്പിനെയും തൊട്ടുമുത്തുന്നേ? പുണ്യാണല്ലെങ്കിൽ കുതിര, അല്ലെങ്കിൽ പാമ്പ്. ഏതെങ്കിലും വഴി സഹായം വരട്ടേന്ന് വിചാരിച്ചിട്ടാ. എന്റെ പുണ്യാളാ.